ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ മാൻവ റീഡിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് ഒരുമിച്ച് മാൻവകളുടെ അത്ഭുതകരമായ ലോകം ആസ്വദിക്കാം. പുതിയതും പഴയതുമായ എല്ലാ മാൻവകളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ കൂടെ ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. The 100th regression of the max level player. Chapter 1. The Midnight Bell 1. എല്ലാ മനുഷ്യരിലും അതിജീവിക്കാനുള്ള ഒരു സഹജമായ ആഗ്രഹമുണ്ട്. റിയൂമിനും അതിനൊരു അപവാദമല്ല. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരം എത്തുമായിരുന്നില്ല, അയാൾ സ്വയം ചിന്തിച്ചു. ലെവൽ 1 നിന്ന് ലെവൽ 20 വരെ റിയൂമിൻ അതിജീവനത്തിനായുള്ള അപകടകരമായ ഗെയിമിൽ കഠിനമായി പോരാടി വഴിയിൽ 98 ജീവൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ 99ാമത്തെ ജീവിതത്തിൽ അയാൾ അന്തിമ വെല്ലുവിളിക്ക് മുന്നിൽ നിൽക്കുന്നു. അവസാന ബോസ് റൂം. അയാൾ ഒറ്റയ്ക്കാണ്. എന്നിട്ടും വിധി അയാളുടെ ഭാഗത്തായിരുന്നില്ല. ബോസ് റൂമിൽ പ്രവേശിക്കാൻ കുറഞ്ഞത് 5 കളിക്കാർ ആവശ്യമാണ്. എന്ത്? ഗെയിമിന്റെ ഈ ധിക്കാരപരമായ ആവശ്യത്തിൽ റിയൂമിന് തന്റെ അവിശ്വാസം അടക്കാനായില്ല. കുറഞ്ഞത് 5 കളിക്കാർ ആവശ്യമാണെന്നോ? അയാൾ 20 ലെവലുകളിലൂടെ ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ട് വന്നു. പക്ഷെ ഇപ്പോൾ 4 സഹപ്രവർത്തകരെ കൂടി കണ്ടെത്താൻ അയാൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒറ്റ കളിക്കാരന് അസാധ്യമെന്ന് കരുതിയ ഒരു ദൗത്യം അയാൾ ഇതിനകം കീഴടക്കിയിരുന്നു. ഇപ്പോൾ ഇത് തോൽവിയുടെ ഭാരം റിയൂമിന്റെ ചുമലുകളെ ഭാരപ്പെടുത്തി. മുന്നിലുള്ള ഭയാനകമായ ദൗത്യത്തെക്കുറിച്ച് അയാൾ ആലോചിച്ചു. കുറഞ്ഞത് 5 കളിക്കാർ ആവശ്യമാണെങ്കിൽ അവർ അത് തുടക്കം മുതൽ വ്യക്തമാക്കണമായിരുന്നു. ദൗത്യ സന്ദേശത്തിലോ ബോസ് റൂമിൽ പ്രവേശിക്കുന്നതിനു മുമ്പോ അത്തരമൊരു വ്യവസ്ഥ നിലവിലുണ്ടെന്ന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. സംഭവങ്ങളുടെ ഈ വഴിത്തിരിവിൽ റിയൂമിൻ അടുത്ത സന്ദേശം ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ബോസ് റൂമിൽ ഒരു കളിക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്. വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല. കളിക്കാരൻ അപ്രത്യക്ഷനാകും. എന്ത്? പ്രതികരിക്കുന്നതിനു മുമ്പ് തന്നെ റിയൂമിൻ തന്മാത്രാ തലത്തിൽ ശിഥിലമാകാൻ തുടങ്ങി. അവസാന ശ്വാസത്തിൽ അയാൾ പതിഞ്ഞ സ്വരത്തിൽ ശപിച്ചു. നിങ്ങൾ മരിച്ചു. അഭിനന്ദനങ്ങൾ. നിങ്ങൾ റൂൺ ഓഫ് ടൈം റിവേഴ്സൽ എന്നുള്ള വ്യവസ്ഥ പാലിച്ചിരിക്കുന്നു. സമയം ആദ്യ റൗണ്ടിലേക്ക് തിരിച്ചുവിടുക. നിങ്ങൾ 100/100 ജീവൻ ഉപയോഗിച്ചു. ശേഷിക്കുന്ന എല്ലാ ജീവനുകളും ഉപയോഗിച്ചു. റൂൺ ഓഫ് ടൈം റിവേഴ്സൽ എന്ന കഴിവ് സ്വയമേവ അപ്രത്യക്ഷമായി. മരണത്തിന്റെ നിഴൽ അയാളുടെ മേൽ പരന്നപ്പോൾ റിയൂമിൻ വീണ്ടും പുനർജനിച്ചു. ഇത്തവണ ഒരു താഴ്ന്ന ലെവൽ 1 തുടക്കക്കാരനായി. 100ാമത്തെ റിഗ്രഷൻ ആരംഭിക്കുന്നു. 2021 ഡിസംബർ 31 സിയോളിലെ ബോസിംഗക് പവലിയനു മുന്നിൽ വർഷാവസാനം അടയാളപ്പെടുത്തുന്ന മണി മുഴങ്ങാനായി പൗരന്മാരും റിപ്പോർട്ടർമാരും ഒരുപോലെ തടിച്ചുകൂടിയിരുന്നു. പ്രതീക്ഷയേറിയ പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ നിരവധി പൗരന്മാർ മണിനാദത്തിനായുള്ള ചടങ്ങിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വർഷത്തെ ചടങ്ങിൽ സിയോൾ മേയർ മുതൽ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള വിവിധ പ്രമുഖർ പങ്കെടുക്കും. പ്രക്ഷേപണ കേന്ദ്രത്തിലെ ക്യാമറകൾ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞപ്പോൾ റിയൂമിൻ ബോധത്തിലേക്ക് തിരിച്ചുവന്നു. ഞാൻ തിരിച്ചെത്തി. ഈ ശാപഗ്രസ്തമായ ഗെയിമിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതിനു മുമ്പ് ഞാൻ എവിടെയായിരുന്നുവോ അവിടേക്ക്. ചുറ്റും നോക്കിയപ്പോൾ അർദ്ധരാത്രിയുടെ പ്രഹരത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആവേശത്തിൽ നിറഞ്ഞ അസംഖ്യം മുഖങ്ങൾ അയാൾ കണ്ടു. അവരുടെ പ്രതീക്ഷകൾ ഉടൻ തന്നെ നിരാശയായി മാറുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. സമയം നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ സമയം മുന്നോട്ടു പോകുന്നു. സന്തോഷത്തിലായാലും മടുപ്പിലായാലും വേദനയിലായാലും കഷ്ടപ്പാടുകളിലായാലും അത് നിരന്തരം മുന്നോട്ടു പോകുന്നു. ഒരിക്കലും അവസാനിക്കുന്നില്ല. എനിക്ക് മുമ്പ് ഭൂതകാലത്തിലേക്ക് മടങ്ങാൻ കഴിയുമായിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു ഓപ്ഷൻ അല്ല. ഇനി പിന്നോട്ട് പോകാനില്ല. എന്റെ എല്ലാ അധിക ജീവനുകളും മരണത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ഇത് എന്റെ അവസാന അവസരമാണ്. 20ാം റൗണ്ടിലെ ബോസിനെ ഞാൻ കൊല്ലും. എന്തുവില കൊടുത്തും ഈ ഭ്രാന്തൻ ഗെയിമിൽ ഞാൻ അതിജീവിക്കും. ഇത് അയാളുടെ അവസാന അവസരമായിരിക്കാം. പക്ഷേ അയാൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ബോസ് റൂമിലേക്കുള്ള പ്രവേശന വ്യവസ്ഥ 5 കളിക്കാരാണെന്നറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അയാൾക്ക് പദ്ധതിയിടാൻ കഴിയും. എന്റെ മുൻ പദ്ധതികൾ പൂർണ്ണമായും തിരുത്തിയെഴുതേണ്ടി വരും. മുമ്പ് അയാൾക്ക് സ്വന്തം അതിജീവനത്തെക്കുറിച്ച് മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. സഹകളിക്കാരെക്കുറിച്ച് അയാൾക്ക് യാതൊരു ശ്രദ്ധയുമില്ലായിരുന്നു. എല്ലാറ്റിനും ഉപരി പിന്നോട്ടു പോകുന്നവർ നശിക്കുന്ന ഒരു അതിജീവന ഗെയിമാണിത്. സമാനതകളില്ലാത്ത ശക്തിയോടെ 20ാം റൗണ്ടിലെത്തിയെങ്കിലും അവസാന റൗണ്ടിന് 5 കളിക്കാർ അടങ്ങുന്ന ഒരു പാർട്ടിയിൽ താൻ ഉണ്ടായിരിക്കണമെന്നറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. എനിക്ക് അധിക ജീവനുകൾ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം അവിടെ ഒരു സംശയവുമില്ലാതെ അവസാനിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരു ഗെയിമായിരുന്നു അത്. റിയൂമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവങ്ങൾ മനഃപൂർവ്വം വെച്ച ഒരു കെണി പോലെ തോന്നി. ഇത്തവണ ഞാൻ ഇത് ചെയ്യണം. മുമ്പ് ചുറ്റും നോക്കാനും അവിടെ ആരെല്ലാം ഉണ്ടെന്ന് കാണാനും അയാൾക്ക് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആരെയും അവഗണിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾക്ക് പുറമെ 4 കളിക്കാരെ കൂടി അവസാന റൗണ്ടിലേക്ക് നയിക്കണം. തീർച്ചയായും ഞാൻ അവർക്ക് സൗജന്യമായി കടന്നുപോകാൻ അനുവദിക്കില്ല. എനിക്ക് വീണ്ടും ശക്തനാകാൻ തന്നെ വളരെ പ്രയാസമാണ്. അവരെ അവസാന റൗണ്ടിൽ കടന്നുപോകാൻ മാത്രം ഉപയോഗിക്കാനാണ് പദ്ധതി. എന്റെ കൂടെ ചേരാൻ ഏറ്റവും മികച്ചത് ആരായിരിക്കും? ഇത് ഒരു ബോസ് യുദ്ധമായതുകൊണ്ട് കഴിവുള്ള സഖ്യകക്ഷികളെ കൊണ്ട് ടീം നിറയ്ക്കുന്നത് നല്ലതല്ലേ? 18ാം റൗണ്ടിൽ മരിച്ച ചില കഥാപാത്രങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. അയാളുടെ മനസ്സിൽ വിവിധ പദ്ധതികൾ രൂപപ്പെട്ടു. അവസാന പോരാട്ടമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെയും സമഗ്രമായും ആസൂത്രണം ചെയ്യേണ്ടതുണ്ടായിരുന്നു. മനസ്സുകൊണ്ട് പദ്ധതി അവലോകനം ചെയ്യുകയും
ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുമ്പോൾ ആ നിമിഷം എത്തിച്ചേർന്നു. അവസാനം സമയമായി. നമുക്ക് ഒരുമിച്ച് എണ്ണി തുടങ്ങാം. ആതിഥേയന്റെ ശബ്ദം മുഴങ്ങി മരണത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 20, 19, 18. പ്രതീക്ഷയോടെയുള്ള ഭാവങ്ങളോടെ ആളുകൾ ആകാംക്ഷയോടെ ചേർന്നു. 20-ൽ നിന്ന് എണ്ണിത്തുടങ്ങി. 3, 2, 1. സിയോൾ മേയറും മറ്റ് നിരവധി പ്രമുഖരും മണിക്ക് മുന്നിൽ നിന്നു. ഒരു ഉച്ചത്തിലുള്ള മണിനാദത്തോടെ പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി. ഡാങ് ഡാങ് ഡാങ്. പുതുവർഷം 2022 ആശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു വർഷം ആശംസിക്കുന്നു. യാ യാ. ആർപ്പുവിളികൾ ഉയർന്നു. ആഘോഷിക്കുന്നവരുടെ മുഖങ്ങൾ സന്തോഷത്താൽ തിളങ്ങി. പക്ഷേ അവരുടെ സന്തോഷം ക്ഷണികമായിരുന്നു. കിക്ക് കിക്ക് കിക്ക്. മനുഷ്യർ രസകരമാണ് അല്ലേ? തങ്ങളുടെ വിഷമാവസ്ഥ മനസ്സിലാക്കാതെ പുതുവർഷം ആഘോഷിക്കുന്നു. ഒരു ശബ്ദം പെട്ടെന്ന് അവരുടെ മനസ്സിൽ മുഴങ്ങി. അവരുടെ മുഖങ്ങളിൽ നിന്ന് ചിരി മാഞ്ഞുപോയി. എന്തായിരുന്നു അത്? നിങ്ങളിപ്പോൾ എന്തെങ്കിലും കേട്ടോ? എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഉറപ്പില്ലാതെ ആളുകൾ ആശയക്കുഴപ്പത്തിൽ ചുറ്റും നോക്കി. ആരാണ് സംസാരിച്ചതെന്ന് കണ്ടെത്താൻ അവർ പരസ്പരം തിരിഞ്ഞു. ഈ കുഴപ്പത്തിനിടയിലും ഒരാൾ മാത്രം ശാന്തനായിരുന്നു. ര്യൂമിൻ. സമാനമായ സാഹചര്യങ്ങൾ അയാൾക്ക് മുമ്പ് 99 തവണ അനുഭവപ്പെട്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. എനിക്ക് പരിഭ്രാന്തനാകാൻ കഴിയില്ല. എല്ലാം അതുപോലെ തന്നെ നടക്കുന്നു. ഒരു നിമിഷത്തെ പിരിമുറുക്കത്തിന് ശേഷം അസുഖകരമായ ചിരി വീണ്ടും അവരുടെ മനസ്സിൽ മുഴങ്ങി. ഹേ 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 ഹേ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോകുമ്പോൾ കൂട്ടിൽ കുടുങ്ങിയ കുരങ്ങന്മാരെ പോലെ കാണപ്പെടുന്നു. പക്ഷേ വിഷമിക്കേണ്ട, നിങ്ങൾക്കത് ശീലമാകും. മനുഷ്യർ എല്ലാറ്റിനും വഴങ്ങുന്ന ജീവികളാണല്ലോ. എന്ത്? എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത്? അവർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ ഒരു തമാശ കളിക്കുകയാണോ? ഒരു മണിനാഥ ചടങ്ങിൽ എങ്ങനെ അവർക്ക് ഒരു ഒളിക്യാമറ ചിത്രീകരിക്കാൻ കഴിയും? ആശയക്കുഴപ്പം അമിതമായിരുന്നു. ഒരു ശബ്ദം മാത്രം കേട്ടതുപോലും ആളുകളെ പരിഭ്രാന്തരാക്കാൻ മതിയായിരുന്നു. സെലിബ്രിറ്റികൾ പോലും മണി മുഴക്കാൻ മറന്നുപോയിരുന്നു. അവർ നമ്മളെ കളിയാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സുന്ദരിയായ മാലാഖയുടെ വേഷം ധരിച്ചയാൾ ഏത് നിമിഷവും പ്രത്യക്ഷപ്പെടും. ഇന്നത്തെ മാൻവ റീഡിംഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ മാൻവ വിശേഷങ്ങൾ അറിയാനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.